ഈ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് പെട്ടെന്നൊരു കോൾ വന്ന്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കോളാണ്. ആൾ പറഞ്ഞിടാ ഞാൻ എനിക്കൊരു ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ട്, അതേപോലെ ചെയ്ത് തരാൻ പറ്റുമോയെന്ന്. ഞാൻ ഓക്കെ റെഡി. അപ്പോൾ ആൾ പറഞ്ഞ പക്ഷെ ഒരു കാര്യമുണ്ട്, വിപ്പിംഗ് ക്രീം അല്ല ചെയ്യേണ്ടത്, ഇത് ബട്ടർ ക്രീമിലാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞാൻ കുറച്ചൊന്നും സ്റ്റക്കായി ബട്ടർ ക്രീം എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് പഴയ കാര്യം ഓർമ്മ വന്നു. പണ്ട് ഞാനൊരു ബട്ടർ ക്രീം കേക്ക് ചെയ്തിന്, അതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞ് നീ എന്തായാലും ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാമെന്ന് പറയാം, എത്ര റേറ്റും കാര്യമെല്ലാം ആവും എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ കറക്റ്റ് എനിക്ക് ആ ഒരു റേറ്റ് അറിയില്ല, നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്ന പോലെയല്ല ബട്ടർ ക്രീമിൽ, കുറച്ച് റേറ്റ് അധികം തന്നെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ബേക്കേഴ്സിൻ്റെ, എനിക്ക് ഏറ്റവും നല്ലോണം ഹെൽപ്പാകുന്നൊരു ഗ്രൂപ്പാണത്. അതിൽ എല്ലാ ജില്ലക്കാരും ഉണ്ട്, മെയിനായിട്ടുള്ള നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരോട് ഡൗട്ടും കാര്യമെല്ലാം ചോദിച്ചിട്ട് ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യമെല്ലാം പറഞ്ഞ്. അപ്പോൾ എന്നോട് ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കുറച്ച് റിസ്ക്കാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല. പിന്നെ മെയിൻ റിസ്ക് എന്ന് പറയാൻ കുറച്ച് ടെൻഷൻ അടിച്ച് ചെയ്ത കേക്കാണ് കേട്ടോ ഇത്. ബട്ടർ ക്രീം ആയതുകൊണ്ട് തന്നെ 2 kg ആണ് വരുന്നത്. എല്ലാം 6 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തെടുത്ത്. ഇതിലിപ്പോൾ ടെൻഷൻ അടിക്കാൻ എന്തായില്ലേ എന്ന് വിചാരിക്കുന്നവരോട്, ഇത് നല്ല ഹൈറ്റ് ഉണ്ട് അതിന് കേക്ക്. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിംഗ് എല്ലാം ചെയ്ത് ഒരു 3ാമത്തെ ലെയർ വെക്കുമ്പോഴത്തേക്കും മോഹൻലാലിനെ പോലെ ചെരിഞ്ഞും വഴിഞ്ഞല്ലാതെ കേക്ക് ഉണ്ടായത്. അപ്പോൾ അതിലേ ഒരു ടെൻഷൻ വന്ന്. പിന്നെ ഇത് ബട്ടർ ക്രീം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും അതേപോലെ നമ്മളെങ്ങനെയാണോ ലാസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്തത് അതേപോലെ ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും സെറ്റാവും. പിന്നെ പുറത്തെടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും. ഇതാണ് ബട്ടർ ക്രീമിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ സ്പഞ്ചിനെക്കാട്ടിലും വെയിറ്റ് ഈ ഒരു ബട്ടറിന് ഓൾറെഡി നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി വന്നപ്പോൾ നല്ല വെയിറ്റ് ആയില്ല. അതിനുള്ള ആയതുകൊണ്ടാണ് ഈ ഒരു കേക്ക് ശരി വന്നത്. പക്ഷെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നല്ല സെറ്റ് ആവുന്നുണ്ട്. പുറത്തെടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ആ ഒരു ഹാർഡായത് സോഫ്റ്റ് ആവുന്നുണ്ട്. കേക്കിലേക്ക് ചിപ്സ് ആൻഡ് ഫ്ലവർ 2 കളറിലാണ് വെക്കാനുണ്ടായത്. അപ്പോൾ ഞാൻ മറ്റേ കളറ് നമ്മളെ ഫുഡ് കളർ ആഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്ത് കസ്റ്റമർ അയച്ചെന്ന് പിക്കിൽ ചെയ്താണ് ഉണ്ടായത്. അതേപോലെ ചെയ്തിന്. ആൻഡ് ഇത് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കസ്റ്റമർ അയച്ചെന്നത്. അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് നല്ല ഇഷ്ടമായി. ആൻഡ് ഇഷ്ടമായതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.